എം മുകേഷിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയതാണോ അതോ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം. അലമീൻ, എം മുകേഷിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? തുടർന്ന് പോകുന്നുണ്ട്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വൈദ്യപരിശോധനയുണ്ട്. അങ്ങനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ തീരദേശ പോലീസ് ആസ്ഥാനമൊക്കെ വരുന്നത്. അവിടെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായതും. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 3 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മുകേഷിനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. സ്വാഭാവികമായും അത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വൈദ്യപരിശോധന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അവിടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ നിന്ന് തന്നെ അതിനുശേഷം ജാമ്യത്തിൽ വിടുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായിരുന്നാലും 2.5 മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുകേഷിന്റെ അറസ്റ്റ് നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത്. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങളോ മറ്റു താമസമോ ഇല്ലാതെ ജാമ്യത്തിൽ വിടാൻ പറ്റും. അല്ലാത്ത പക്ഷം ജയിലിലേക്ക് പോകേണ്ടി വന്നേനെ. പക്ഷേ കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി എന്നുള്ളതാണ് മുകേഷും അഭിഭാഷകനൊക്കെ നേരത്തെ പറഞ്ഞത്. തനിക്കെതിരായുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാനാകുന്ന തരത്തിലുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായും മുകേഷ് സെഷൻസ് കോടതിയെ സമീപിച്ചതും അവിടെ നിന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കിട്ടിയതും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ മുകേഷ് ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മുകേഷിന്റെ അഭിഭാഷകർക്കോ ഉണ്ടായിരുന്നില്ല. കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് 2.5 മണിക്കൂറിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ പുറത്തേക്ക് വിടും. ജനറൽ ആശുപത്രിയിലേക്കാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് മുകേഷിനെ എത്തിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടേക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എം മുകേഷ് MLA എത്തിച്ചിരിക്കുന്നു. ലൈംഗികാതിക്രമ കേസിൽ എം മുകേഷ് MLAയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. അതിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.